So moving to the analysis of frames with sway by Canny's method. We know that if a frame has unsymmetric geometry and or unsymmetric load, it will sway laterally, causing relative displacements at the ends of columns. Sway ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. കാനീസ് മെത്തേഡിൽ നമ്മൾ സ്വേ ഉള്ള കേസസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ദിസ് lateral sway causes additional moments called displacement contributions. നമ്മൾ ബീംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ടേം ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്വേ ഉള്ള ഫ്രെയിംസിലേക്ക് വരുമ്പം പുതിയൊരു ടേമാണ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസ്. കോളംസിന്റെ എൻഡിലുണ്ടാവുന്ന ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ ഒരു അഡീഷണൽ മൊമെന്റിന് കാരണം. In the analysis of frames which have sway, we come across two cases. Heights of all columns in a story are same. Heights of columns in a story are different. ഇങ്ങനെ രണ്ട് കേസസ് ആണ് നമുക്ക് സ്വേ ഉള്ള കേസിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കോളംസിന്റെ ഹൈറ്റ്സ് സെയിം ആവുന്ന ടൈപ്പ് ഓഫ് ഫ്രെയിംസും കോളംസിന്റെ ഹൈറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫ്രെയിംസും ആണ് നമ്മുടെ രണ്ട് കേസസ് ഇവിടെ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പ്രോബ്ലത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ളത്. So first of all, let's see one problem. In the first case, that belonging to the first case, heights of all columns in a story are same. Same height ഉള്ള columns ഉള്ള ഫ്രെയിമിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. So analysis of frames with sway when all columns in a story have same height. So ഇതാണ് നമ്മുടെ question. Using Canny's rotational contribution method, analyze the frame shown in figure. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഈ ഒരു ഫ്രെയിമിൻ്റെ കേസിൽ നമുക്കറിയാം ലോഡിംഗ് മാത്രം സിമെട്രിക് അല്ല, ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ സിമെട്രിക് ആണ്. രണ്ട് കോളംസും സെയിം ഹൈറ്റ് ആണ്, 3 മീറ്റർ ആണ്. വെർട്ടിക്കൽ ആക്സിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രെയിമിൻ്റെ ജോമെട്രി സിമെട്രിക് ആണ്, പക്ഷേ ലോഡിംഗ് സിമെട്രിക് അല്ല. ഇവിടെ ലോഡ് വരുന്നത് 1.5 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1.5 മീറ്റർ ഡിസ്റ്റൻസിലാണ് 80 കിലോ ന്യൂട്ടൺ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോഡിൻ്റെ കേസിൽ ഇവിടെ സിമെട്രി ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലും സിമെട്രി ഉണ്ടെങ്കിലും ലോഡിംഗ് മാത്രം സിമെട്രിക് അല്ലാത്തത് കൊണ്ട് ഇതൊരു സ്വേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഫ്രെയിമാണ്. Also note that there is no horizontal load acting on the frame. Maybe horizontal load act ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്യാം. So here in this problem, all the columns of a frame are of same height and there is no horizontal load acting on the frame. So as usual, our first step is to calculate the fixed end moments. So here നമ്മുടെ ബി സി എന്ന് പറയുന്ന സ്പാനിൽ മാത്രമേ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഉള്ളൂ, കാരണം അവിടെ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ ഓൾ ദ അതർ മൊമെന്റ്സ് ലൈക്ക് എം എഫ് എ ബി, എം എഫ് ബി എ, എം എഫ് സി ഡി ആൻഡ് എം എഫ് ഡി സി ആർ ഈക്വൽ ടു 0. ആൻഡ് അവർ എം എഫ് ബി സി ഈസ് ഈക്വൽ ടു ലോഡ് ആക്ട് ചെയ്യുന്നത് സെൻറ്ററിലല്ല, അറ്റ് എ ഡിസ്റ്റൻസ് എ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. Then minus WAB square by L square is the equation for fixed end moment at the left support. So it is equal to minus 80 into 1.5 into 4.5 square divided by 6 square. A is equal to 1.5 and B is equal to 4.5. L is equal to 6. So the fixed end moment is minus 67.5 kilonewton meter. And M of CB is equal to WA square B by L square. So it is equal to 22.5 kilonewton meter. Next step is to calculate the rotation factors. So we know that rotation factor RF is equal to minus half into K by sigma K. So here we have two joints B and C. Usually നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എയും ഡിയും ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്, ബിയും സിയും മാത്രമാണ് നമ്മൾ rotation factor calculate ചെയ്യേണ്ട ആവശ്യമുള്ളൂ. So these are the members connected with the joints B and C. We have two members for B, BA and BC. And the stiffness value for BA is 4 by 3 EI
and for BC it is 4E into 4I divided by 6. Length of BC is 6 and the flexural rigidity is 4EI. So 8 by 3 EI is the stiffness of BC and the total stiffness is 4 by 3 EI plus 8 by 3 EI, which is equal to 4 EI for the joint B, and you can calculate the rotation factor for BA as minus half into 4 by 3 EI divided by 4 EI, which is equal to minus 0.167, and the same for the member BC is minus 0.33, and BC same തന്നെയാണ്, so minus 0.33, and for CD the stiffness is 4 by 3 EI and the total stiffness is 4 EI, and for CD minus half into 4 by 3 EI divided by 4 EI, which is equal to minus 0.167 is the rotation factor. അടുത്തതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറൊരു ഫാക്ടറാണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ. So it is to be calculated for each column in a story. ഇത് കോളംസിന് മാത്രമാണ്. നമുക്കറിയാം lateral displacement of columns, അതാണ് sway എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോളംസിന് മാത്രമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇസ് ഗിവൺ ബൈ മൈനസ് 3/2 ഇൻറ്റു കെ ബൈ സിഗ്മ കെ. ഇവിടെ സിഗ്മ കെ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയിലുള്ള എല്ലാ കോളംസിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെ സമ്മാണ്. പക്ഷെ നമുക്കിവിടെ അധികം കൺഫ്യൂഷൻ ആവാനില്ല, കാരണം നമ്മുടെ സിലബസിൽ ഒറ്റൊരു സ്റ്റോറി മാത്രമേ വേണ്ടുള്ളൂ, ഒറ്റൊരു സ്റ്റോറി മാത്രമേ ആവശ്യമുള്ളൂ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. So let's see how to calculate the displacement factor for the columns. So in the first column you can mark the story number. നമുക്കിവിടെ ഒറ്റൊരു സ്റ്റോറിയുള്ള പ്രോബ്ലംസ് മാത്രമേ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. So story, first story. So the members or columns in the first story are AB and DC. നമുക്കുള്ള കോളംസ് എന്ന് പറയുന്നത് ABയും DCയും ആണ്. അപ്പം സ്റ്റിഫ്നെസ് വാല്യൂസ് ഓൾറെഡി നമുക്കറിയാം 4EI by L. So 4EI by 3 ആണ്. രണ്ട് കോളംസിനും സെയിം ആണ് സ്റ്റിഫ്നെസ് വാല്യൂ. ആൻഡ് ദ ടോട്ടൽ സ്റ്റിഫ്നെസ്, സം ഓഫ് ദ സ്റ്റിഫ്നെസ് വാല്യൂസ് ഓഫ് ഓൾ ദ കോളംസ് ഇൻ ദ സ്റ്റോറി 1. അപ്പം ഇവിടെ ABയും DCയും ആണ് നമ്മുടെ കോളംസ്. അപ്പം ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 4/3EI plus 4/3EI, which is equal to 8/3EI. So then the displacement factor is equal to minus 3/2 into K by sigma K. So for the member AB or for the column AB, the displacement factor is minus 3/2 into 4EI by 3 divided by 8EI by 3, which is equal to minus 0.75. Same തന്നെയാണ് DCക്കും, കാരണം സ്റ്റിഫ്നെസ് വാല്യൂ സെയിം ആണ്. So we are moving to the rotation contribution cycles. So our cycle 1, M dash BA, our joint B. If we consider the joint B, we have two members, BA and BC. So for these members BA and BC, we have to calculate our rotation contribution moments M dash BA and M dash BC. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സൈക്കിളിൽ നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ മൊമെൻറ്റ്സിൻ്റെ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എം ഡാഷ് ബി എ ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ബി എ ഇൻ ബ്രാക്കറ്റ് സം ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഇവിടെ ആകെ ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ, MFBC എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ, which is equal to minus 67.5 plus rotation contribution from the far ends എന്ന് പറയുമ്പോൾ sigma rotation contribution from A and C. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ജോയിന്റ് B ആണ്. അപ്പോൾ അതിൻ്റെ ഫാർ എൻഡ്സ് എന്ന് പറയുന്നത് എയും സിയും ആണ്. അപ്പോൾ എ എന്നുള്ള കോൺട്രിബ്യൂഷൻ പ്ലസ് സി എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു ടേം, ഞാനിപ്പോൾ ബോക്സിലിട്ടിരിക്കുന്ന ടേം എന്ന് പറയുന്നത്. സോ ഹിയർ വി നോ ദാറ്റ് എ ഇസ് എ ഫിക്സ്ഡ് എൻഡ്, സോ ദ rotation contribution is 0, and C എന്നുള്ള rotation contribution ഫസ്റ്റ് സൈക്കിൾ ആണ്, അപ്പോൾ നമുക്ക് അറിയില്ല. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് 0, അൺനോൺ ആയതുകൊണ്ട് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സോ
m dash BA is equal to rotation factor of BA into in bracket sigma fixed end moments. ഇവിടെ fixed end moment MFBC മാത്രമേ വാല്യൂ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. ജോയിന്റ് ബിയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് -67.5 MFBC മാത്രമേ ഉള്ളൂ. പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ്സ് എ ആൻഡ് സി. എ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് 0, സി എന്നുള്ള കോൺട്രിബ്യൂഷൻ അൺനോൺ ആയതുകൊണ്ട് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് എം ഡാഷ് ബി എ. എം ഡാഷ് ബി എ കഴിഞ്ഞാൽ എം ഡാഷ് ബി സി ആണ്. എം ഡാഷ് ബി സിക്ക് എം ഡാഷ് ബി എക്കും തമ്മിൽ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ടേം ആണ് റൊട്ടേഷൻ ഫാക്ടർ. റൊട്ടേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ എം ഡാഷ് ബി സിന്റെ റൊട്ടേഷൻ ഫാക്ടർ ആണ്. ബാക്കി ടേംസ് ഒക്കെ സെയിം ആണ്. നെക്സ്റ്റ് ഇസ് ജോയിന്റ് സി. അപ്പോൾ സോ ദ മെമ്പേഴ്സ് കണക്റ്റഡ് വിത്ത് ദ ജോയിന്റ് സി ആർ സി ബി ആൻഡ് സി ഡി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ മൊമെന്റ്സ് ആർ എം ഡാഷ് സി ബി ആൻഡ് എം ഡാഷ് സി ഡി. സോ എം ഡാഷ് സി ബി ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് സി ബി into in bracket sigma fixed end moments at joint C. ഇവിടെ joint Cയിൽ ഒരു fixed end moment ഉള്ളൂ, അത് MFCB ആണ്. So MFCB is equal to 22.5 plus rotation contribution from the far ends B and D. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിന്റ് C ആയതുകൊണ്ട് ഫാർ എൻഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ബിയും ഒന്ന് ഡിയും ആണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0 ആണ്. ഇനി ബിയിൽ നിന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ടു സി, ബിയിൽ നിന്ന് സിയിലേക്കുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് നത്തിങ് ബട്ട് എം ഡാഷ് ബി സി. അപ്പോൾ എം ഡാഷ് ബി സിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ഈ സൈക്കിളിൽ നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ ആസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം the joint B to C. So that is how we calculate the value of m dash CB. m dash CB കിട്ടിക്കഴിഞ്ഞാൽ m dash CD ഒന്നുമില്ല, ജസ്റ്റ് ബ്രാക്കറ്റിന് പുറത്തുള്ള ആ റൊട്ടേഷൻ ഫാക്ടർ മാത്രം CDൻ്റെ റൊട്ടേഷൻ ഫാക്ടർ ആക്കി മൾട്ടിപ്ലൈ ചെയ്യാം. സോ here we got the values of m dash CB and m dash CD for the joint C. അപ്പോൾ ഇതാണ് നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സൈക്കിൾ 1. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കോളംസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 1 ഫോർ കോളം എ ബി. അതായത് നമ്മുടെ ഓരോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സൈക്കിൾ കഴിയുമ്പോഴും നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം രണ്ട് കോളംസിനും. സോ നോട്ട് ദിസ് വെരി കെയർഫുള്ളി. ഓരോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സൈക്കിൾ കഴിയുമ്പോഴും നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആർക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? രണ്ട് കോളംസിനും. എ ബി ഡി സി എന്ന് പറയുന്ന രണ്ട് കോളംസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് കോളംസിനും ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓരോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സൈക്കിൾ കഴിയുമ്പോഴും ചെയ്യണം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു displacement factor into rotation contribution at top and bottom columns. ഓരോ സ്റ്റോറിക്കുമാണ് ചെയ്യേണ്ടത്. So here for the column AB the displacement contribution is given by displacement factor of AB into in bracket rotation contribution at top and bottom of columns AB and CD. ഇവിടെ displacement factor of AB multiplied by in bracket rotation contributions at top and bottom of columns A, B and C, D എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടോപ്പ് കോളംസ് ഒന്നുമില്ല. ഇപ്പോൾ കോളം എ ബി എടുക്കുവാണെങ്കിലും കോളം സി ഡി എടുക്കുവാണെങ്കിലും ടോപ്പ് കോളംസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ കോളംസിൻ്റെ കോൺട്രിബ്യൂഷൻസ് തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം കോളംസ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾക്ക് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് കോളംസ് എ ബി ആൻഡ് സി ഡി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ എം ഡാഷ് ബി എ പ്ലസ് 0 എന്നിട്ടിരിക്കുന്ന ടോപ്പ് കോളം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്ലസ് എം ഡാഷ് സി ഡി
പ്ലസ് ടോപ്പ് കോളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. സോ എം ഡാഷ് ബി എ പ്ലസ് എം ഡാഷ് സി ഡി മാത്രമാണ് ഇവിടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ഒരു സ്റ്റോറിയിലുള്ള എല്ലാ കോളംസിൻ്റെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്യണം. മൾട്ടിപ്ലൈ വിത്ത് ദ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോളം. ഒന്നുകൂടെ പറയാം, നമ്മളിപ്പം ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 1 ഫോർ കോളം എ ബി. ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓരോ സൈക്കിൾ, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ ഫോർ കോളം എ ബി ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഗിവൺ ബൈ displacement factor of AB into in bracket rotation contributions of all columns, top and bottom columns in that particular story എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറിയുള്ള പ്രോബ്ലംസ് മാത്രമേ നമ്മുടെ സിലബസിലെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോളം into in bracket the rotation contributions of all the columns എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So here displacement factor of AB into in bracket m dash BA plus m dash CD. So cycle 1 നമുക്ക് കിട്ടിയ m dash BA m dash CD ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ അതിനെ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഓഫ് AB വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഫൈനലി വി ആർ ഗെറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോളം AB is equal to minus 2.85 after cycle 1. Similarly for the next column നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെ ഒരേ ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഫോർ എ ബി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെക്കൻഡ് കോളം എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഫോർ ഡി സി ആണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേംസ് ഒക്കെ സെയിം ആണ്, കാരണം റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ഓൾ ദ കോളംസ് ഇൻ ദാറ്റ് സ്റ്റോറി ആണ്. അപ്പം ബാക്കിയുള്ള രണ്ട് കോളംസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടറും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ രണ്ട് കോളംസിനും സെയിം ആണ്. എ ബിക്ക് ആണെങ്കിലും ഡി സിക്ക് ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു മൈനസ് 0.75 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 1 ഫോർ കോളം എ ബി ആൻഡ് ഡി സി ആർ സെയിം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്തത് നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ അടുത്ത സൈക്കിളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ അവിടെയും നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്, കാരണം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ നമ്മുടെ സൈക്കിൾ 2 ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. സോ ലെറ്റ് സീ ഹൗ ടു കാൽക്കുലേറ്റ് ദ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഇൻ ദ സൈക്കിൾ 2. അതിനകത്ത് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. സോ അതാണ് ഇനി പറയാൻ പോകുന്നത്. സൈക്കിൾ 2 എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്. സോ എം ഡാഷ് ജോയിൻ ബി എടുക്കുകയാണെങ്കിൽ ബി എ ബി സി എന്ന് പറയുന്ന രണ്ട് മെമ്പേഴ്സ് ആണുള്ളത്. അപ്പം എം ഡാഷ് ബി എക്ക് ഇക്വേഷൻ എങ്ങനെ മാറുന്നു നോക്കാം. സോ എം ഡാഷ് ബി എ ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ബി എ ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് ജോയിൻ ബി. അതിന് ഒരു മാറ്റവും ഇല്ല. ഇനി അടുത്തതാണ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ്സ് എ ആൻഡ് സി. അതും മാറ്റമില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫ്രം കോളം എ ബിയും കൂടെ അവിടെ ആഡ് ചെയ്യണം. കാരണം ജോയിൻ ബിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കോളം എന്ന് പറയുന്നത് എ ബി ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫ്രം കോളം എ ബിയും കൂടെ അവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ see the modified equation for rotation contribution. So m dash BA is equal to rotation factor of BA into in bracket sigma fixed end moments at joint B plus rotation contribution from the far ends A and C. അതുവരെ നമ്മൾ സൈക്കിൾ 1 ചെയ്ത കാര്യമാണ്. പ്ലസ് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫ്രം കോളം എ ബി. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ജോയിന്റ് ബി ആണ്. അപ്പോൾ ജോയിന്റ് ബിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കോളം എന്ന് പറയുന്നത് കോളം എ ബി ആണ്. അപ്പോൾ കോളം എ ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ അവിടെ ആഡ് ചെയ്യണം. സോ ഹിയർ റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ബി എ ഇൻറ്റു സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എം എഫ് ബി സി മാത്രമാണ് വരിക, വേറെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഒക്കെ 0 ആണ്. പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം എ ആൻഡ് സി. എ എന്നുള്ള കോൺട്രിബ്യൂഷൻ എപ്പോഴും 0 ആണ്, കാരണം എ ഫിക്സ്ഡ് എൻഡ് ആണ്. ഇനി അതുപോലെ സി എന്നുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്?
നമ്മുടെ സൈക്കിൾ 1-ൽ കിട്ടിയിട്ടുള്ള എം ഡാഷ് സി ബി, കോൺട്രിബ്യൂഷൻ ഫ്രം സി ടു ബി അല്ലേ, കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ് സി ടു അവർ എൻഡ് ബി. അപ്പം എം ഡാഷ് സി ബി നമുക്ക് സൈക്കിൾ 1-ൽ കിട്ടിയിട്ടുള്ള എം ഡാഷ് സി ബിന്റെ വാല്യൂ -14.77, അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. മൈനസ്, അതായത് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫ്രം കോളം എ ബി ആണ്. ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫ്രം കോളം എ ബി എന്ന് പറയുന്നത് -2.85 ആയിരുന്നു. സോ അതും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തു. ഓക്കെ, സോ നോട്ട് ദിസ് ചേഞ്ച് ഇൻ ദ സെക്കൻഡ് സൈക്കിൾ. ഡിസ്പ്ലേസ്മെന്റ് ഒരു സൈക്കിൾ കഴിഞ്ഞ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫോർ ബോത്ത് ദ കോളംസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം എങ്ങനെയാണ് സൈക്കിൾ 2-ൽ നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയും കൂടെ എഫക്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ എം ഡാഷ് ബി എ ഇസ് ഈക്വൽ ടു 14.22 ആണ് നമ്മൾ സൈക്കിൾ 2-ൽ കിട്ടുന്നത്. ഇനി അടുത്തത് എം ഡാഷ് ബി സി ആണ്. എം ഡാഷ് ബി സിയും എം ഡാഷ് ബി എയും തമ്മിൽ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഈ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള റൊട്ടേഷൻ ഫാക്ടർ ഫോർ ബി എ എന്നുള്ളതിന് പകരം ബി സി ആയി എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇൻ ബ്രാക്കറ്റ് സിഗ്മ എഫ് ഇ എം പ്ലസ് റൊട്ടേഷൻ ഫാക്ടർ ഫ്രം rotation contribution from A plus rotation contribution from C plus displacement contribution from the column AB. കോളം എ ബി ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്, കാരണം ബി എന്ന് പറയുന്ന ജോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കോളം എന്ന് പറയുന്നത് കോളം എ ബി ആണ്. ഇവിടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷേ ഇവിടെ ഒരു ടേമിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ മാത്രം പുറത്തിരിക്കുന്ന റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ടേം മാത്രമാണ് മാറിയിട്ടുള്ളത്. ഇവിടെ ഫോർ ദ മെമ്പർ ബി സിയുടെ റൊട്ടേഷൻ ഫാക്ടർ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പുറത്തുള്ള ബ്രാക്കറ്റിന് പുറത്തുള്ള ടേം മാത്രമാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഫോർ ദ ജോയിന്റ് സി. ജോയിന്റ് സിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് സൈക്കിളിൽ എന്ന് നോക്കാം. ഇവിടെയും ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇവിടെ ഒന്നുമില്ല, നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്. റൊട്ടേഷൻ ഫാക്ടർ ഓഫ് സി ബി ഇൻറ്റു സിഗ്മ എഫ് ഇ എം എന്ന് പറയുമ്പോൾ ഇവിടെ എം എഫ് സി ബി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. സോ എം എഫ് സി ബി പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ബി ടു സി പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഡി ടു സി അല്ലേ. ഫാർ എൻഡ് എന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്മാണ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ ഡി എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ കാണുന്ന 0. ഇനി ഈ ഒരു 27.98 എന്ന് പറയുന്ന വാല്യൂ ബിയിൽ നിന്ന് സിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്, അതായത് എം ഡാഷ് ബി സി. അത് നമുക്ക് ഈ സെക്കൻഡ് സൈക്കിളിൽ നമ്മുടെ ലേറ്റസ്റ്റ് വാല്യൂ ആണ് 27.98 എം ഡാഷ് ബി സിയുടെ ലേറ്റസ്റ്റ് വാല്യൂ. ഇവിടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോളം ഡി സി ആണ്. കാരണം നമ്മുടെ ജോയിന്റ് സിയു ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോളം എന്ന് പറയുന്നത് കോളം ഡി സി ആണ്. പക്ഷേ ഈ കേസിൽ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസും സെയിം ആണ്. എ ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും ഡി സിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും വാല്യൂ -2.85 ആണ്. സോ അതും കൂടെ ഇവിടെ നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം. അത്ര മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ സൈക്കിൾ 2-ൽ എത്തുമ്പോഴേക്കും. ഇനി എം ഡാഷ് സി ഡിൻ്റെ കേസിൽ ഒരേ ഒരു ഡിഫറൻസ് ആണ്, നമ്മുടെ പുറത്തിരിക്കുന്ന റൊട്ടേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ സി ഡിയുടെ റൊട്ടേഷൻ ഫാക്ടർ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ഒന്നുകൂടെ ജസ്റ്റ് എം ഡാഷ് സി ഡിയും കൂടെ ഒന്ന് പറയാം. എം ഡാഷ് സി ഡി ഈസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് സി ഡി ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് ജോയിന്റ് സി വിച്ച് ഇസ് ഹിയർ ഈക്വൽ ടു എം എഫ് സി ബി, മാത്രം ബാക്കിയൊക്കെ 0 ആണ്, പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ്സ് ബി ആൻഡ് ഡി. ഡി എന്നുള്ള കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് 0 ആണ്. ആൻഡ് ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു എം ഡാഷ് ബി സി വിച്ച് ഇസ് 27.98 the latest value plus the displacement contribution from column DC. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിന്റ് സി ആണ്. അപ്പം ജോയിന്റ് സിയു ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കോളം എന്ന് പറയുന്നത് നമ്മുടെ കോളം ഡി സി ആണ്. സോ ദാറ്റ് ഷുഡ് ബി added with the terms in the bracket. So this is our cycle 2.
അപ്പോൾ നമ്മുടെ സൈക്കിൾ 2-ൽ എന്ത് ചേഞ്ച് ആണ് നമ്മൾ ഫസ്റ്റ് സൈക്കിളിൽ നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഫോർ കോളം എ ബി ആൻഡ് കോളം ഡി സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സൈക്കിൾ 2 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്ത് ചേഞ്ച് ആണ് വരുത്തിയിട്ടുള്ളത് നോട്ട് ചെയ്യുക. ഇനി സൈക്കിൾ 2 കഴിഞ്ഞു. അപ്പോൾ സൈക്കിൾ 2 കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എന്ത് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷനിൽ എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. സൈക്കിൾ 2 കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ cycle 2 for column AB. So displacement contribution for column AB is equal to displacement factor of AB into rotation contribution at top and bottom columns of AB. ഇവിടെ top and bottom columns ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റോറിയിലുള്ള എല്ലാ കോളംസിൻ്റെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്യണം. അതായത് എ ബിയും ഡി സി ആയതുകൊണ്ട് എം ഡാഷ് ബി എ ആൻഡ് എം ഡാഷ് സി ഡി ആഡ് ചെയ്യണം. വേറെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. കോളംസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ എം ഡാഷ് ബി എ ആൻഡ് എം ഡാഷ് സി ഡി ആണ് രണ്ട് കോൺട്രിബ്യൂഷൻസ് ഉള്ളത്. സോ ഹിയർ നമ്മുടെ ഇതെന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഓഫ് എ ബി ഇൻറ്റു എം ഡാഷ് ബി എ പ്ലസ് എം ഡാഷ് സി ഡി ആണ് നമുക്ക് സൈക്കിൾ 2-ൽ കിട്ടിയിട്ടുള്ള എം ഡാഷ് ബി എ ആൻഡ് എം ഡാഷ് സി ഡി ആണ്. ഓക്കെ, നമുക്ക് രണ്ട് കോളംസ് ആണുള്ളത്, എ ബി ആൻഡ് ഡി സി. സോ അവിടെ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് എം ഡാഷ് ബി സി ആൻഡ് എം ഡാഷ് ബി എ ആൻഡ് എം ഡാഷ് സി ഡി ആണ്. സി ബിയും ബി സി ഇല്ല, കാരണം അത് ബീംസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോളം എ ബി ആഫ്റ്റർ സൈക്കിൾ 2. അതേപോലെ ഫോർ കോളം ഡി സി, കോളം ഡി സിൻ്റെ കേസിൽ സെയിം തന്നെയാണ്, കാരണം ഒരേ ഒരു ടേം ആയിരുന്നു നമ്മൾ മാറ്റേണ്ടിയിരുന്നത്, അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ആണ്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഫോർ കോളം എ ബിയും ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഫോർ കോളം ഡി സിയും സെയിം ആയതുകൊണ്ട് രണ്ടിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 2 ഇസ് ഓൾസോ സെയിം, -4.7 ആണ്. ഇനി ഇത് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ സൈക്കിൾ 3-ലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. ഈ ഒരു സൈക്കിളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാല്യൂസ് എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നോക്കാം. അടുത്ത സൈക്കിൾ മുതൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. സോ സൈക്കിൾ 3, എം ഡാഷ് ബി എ ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ബി എ ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് സിഗ്മ എഫ് എം, എം എഫ് ബി സി മാത്രമേ ഉള്ളൂ. സോ -67.5 പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാറൻസ്. ഫാറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എയും സിയും ആണ്. എ എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ കാണുന്ന 0, ആൻഡ് സി എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇസ് നത്തിങ് ബട്ട് എം ഡാഷ് സി ബി ഫ്രം ദ ലാസ്റ്റ് സൈക്കിൾ കോൺട്രിബ്യൂഷൻ ഓഫ് ജോയിൻറ്റ് സി ടു ബി. സോ എം ഡാഷ് സി ബി അതാണിത്. ഇനി അടുത്തത് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോളം എ ബി. അത് നമുക്ക് കഴിഞ്ഞ സ്റ്റെപ്സിൽ നമ്മൾ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോളം എ ബിയും കൂടെ ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം സോ ദാറ്റ് ഈസ് അബൌട്ട് എം ഡാഷ് ബി എ. ഇനി എം ഡാഷ് ബി സി എങ്ങനെയാണ്, ഒരേ ഒരു ഡിഫറൻസ് ആണുള്ളത്, അത് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നത് റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ബി സി ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എം ഡാഷ് സി ബി എം ഡാഷ് സി ഡി പറയാം. ജോയിൻറ്റ് സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എം ഡാഷ് സി ബി എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഫാക്ടർ ഓഫ് സി ബി ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഇൻ ദ സം, വിച്ച് മീൻസ് ഓൺലി എം ഡാഷ് എം എഫ് സി ബി, ബാക്കിയൊക്കെ 0 ആണ്, എം എഫ് സി ബി പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാറൻസ്. ഫാറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബിയും ഡിയും ആണ്. സോ ഡി എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ കാണുന്ന 0. ഇനി ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇസ് നത്തിങ് ബട്ട് എം ഡാഷ് ബി സി. എം ഡാഷ് ബി സിൻ്റെ ലേറ്റസ്റ്റ് വാല്യൂ ഇതാണ്, ഈ 29 ആണ് നമ്മുടെ ഈ സൈക്കിളിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ, മൈനസ് ഓർ പ്ലസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഫ്രം കോളം ഡി സി. ഇവിടെ ജോയിൻറ്റ് സിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന
കോളം എന്ന് പറയുന്നത് ഡി സി ആണ് അല്ലെങ്കിൽ സി ഡി ആണ്. അപ്പം കോളം ഡി സിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ ആഡ് ചെയ്യണം. സോ എം ഡാഷ് സി ഡി എന്ന് പറയുമ്പം ഇവിടെ ഒരേ ഒരു ടേമിൻ്റെ ഡിഫറൻസ് ആണ്. ദാറ്റ് ഇസ് ദ ടേം ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്, ദ റൊട്ടേഷൻ ഫാക്ടർ. സൈക്കിൾ 3 കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 3 ഫോർ കോളം എ ബി ആൻഡ് സി ഡി ഇവിടെ ഒരുമിച്ച് എഴുതിയിട്ടിരിക്കുന്നത് കാരണം രണ്ടിനും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ സെയിം ആയതുകൊണ്ട് വാല്യൂസ് സെയിം ആയിട്ടാണ് വരിക. ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 3. സോ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ displacement contribution is equal to displacement factor into the contributions of all the columns m dash BA plus m dash CD. So m dash BA ടെയും m dash CD ൻ്റെയും ലേറ്റസ്റ്റ് വാല്യൂ സൈക്കിൾ 3ൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി ദ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 3 ഫോർ കോളം എ ബി ആൻഡ് സി ഡി ഈസ് ഈക്വൽ ടു -5.145 ആണ് കിട്ടിയിട്ടുള്ളത്. സോ അഗെയിൻ വി ആർ ഗോയിങ് ഫോർ വൺ മോർ സൈക്കിൾ. നമ്മുടെ പ്രൊസീജിയർ എപ്പോഴാണ് നമ്മൾ ഈ സൈക്കിൾ ഐട്രേഷൻ പ്രോസസ്സ് എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ വാല്യൂ നെഗ്ലിജിബിളി ഡിഫറെൻ്റ് ആകുമ്പോൾ, രണ്ട് കൺസിക്യൂട്ടീവ് സൈക്കിൾസ് തമ്മിൽ വരുന്ന വാല്യൂസ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ സൈക്കിൾ 4 ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 4 ഫോർ കോളം എ ബി ആൻഡ് സി ഡി അത്രയും ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. സോ റിമെമ്പർ, സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ ദാറ്റ് പെർട്ടിക്കുലർ സൈക്കിൾ ഫോർ കോളം എ ബി ആൻഡ് സി ഡി അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഐട്രേഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ മൊമെന്റ്സിന്റെ കാൽക്കുലേഷനിലേക്ക് പോകുന്നുണ്ടാവുക. So now let's see the final moment calculation. Mark the joints A, B, C, D. Mark all the joints. Then in the row you can write the values of the fixed end moments. Here M of AB 0 ആണ്, M of BA 0, M of BC minus 67.5, M of CB 22.5, M of CD 0, M of DC is also 0. ഇനി അടുത്തത് ആസ് യൂഷ്വൽ നമ്മുടെ റോ 2 ടൈംസ് ദ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന റോ ആണ്. അപ്പോൾ എന്റെ കേസിൽ എ എന്ന് പറയുന്ന എൻഡ് എന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. സോ 2 ടൈംസ് 0 തന്നെയാണ്. അപ്പോൾ അടുത്തത് 2 ടൈംസ് എം ഡാഷ് ബി എ അല്ലേ, 2 ടൈംസ് എം ഡാഷ് ബി എൻ്റെ ഫൈനൽ വാല്യൂ 2 ടൈംസ് 14.7 ആണ് നമ്മുടെ ലാസ്റ്റ് സൈക്കിളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എം ഡാഷ് ബി എൻ്റെ വാല്യൂ. So that should be multiplied here, and this is 2 times m dash BC, this is 2 times m dash CB, 2 times m dash CD and 2 times m dash DC അല്ലെങ്കിൽ D എന്നുള്ള കോൺട്രിബ്യൂഷൻ ടു C അത് 0 ആണല്ലോ. അപ്പം നമ്മൾ എപ്പോഴും മെമ്പേഴ്സ് വായിക്കുന്ന സമയത്ത് ഇത് എ ബി, ഇത് ബി എ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബി സി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സി ബി, ഇവിടെ നിന്ന് അങ്ങോട്ട് സി ഡി ആൻഡ് ഫ്രം ഡി ടു സി ഡി സി അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി വാല്യൂസ്. ഇനി അതിനുശേഷം അടുത്ത റോ എന്ന് പറയുന്നത് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ എന്റെ കേസിൽ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എം ഡാഷ് ബി എ. ഇനി അടുത്തത് എയിൽ നിന്ന് ബിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 0 ആസ് എ ഇസ് എ ഫിക്സ്ഡ് എൻഡ്. ഇനി അടുത്തത് ഇത് എന്ന് പറയുന്നത് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിയിൽ നിന്ന്, ഇവിടെ ഫാർ എൻഡ് സി ആണ്. അപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എം ഡാഷ് സി ബിന്റെ വാല്യൂ. ആൻഡ് this value is nothing but the contribution from B to C. ഇവിടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബി ടു സിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് എം ഡാഷ് ബി സി. ആൻഡ് ദിസ് 0 is a contribution from the far end D to C. ഡിയിൽ നിന്ന് സിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 0 because D is a fixed end. So next is a contribution from C to D which is nothing but m dash CD. m dash CDയുടെ ഫൈനൽ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ്
അടുത്ത റോയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു റോ നമ്മുടെ സ്വേ ഉള്ള പ്രോബ്ലംസിന് മാത്രമുള്ള റോ ആണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പം എ ബിൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ -5.22, അത് എയിലും ബിയിലും എഴുതുക. ബി സിക്ക് മാത്രം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഇല്ല, കാരണം ബി സി എന്ന് പറയുന്നത് ബീമാണ്. ഇവിടെ കോളം സി ഡിക്കും സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ് -5.22. സോ എ ബിക്കും ബി എക്കും എഴുതുക, ബി സി സി ബിക്ക് ഇല്ല, ആൻഡ് സി ഡി ആൻഡ് ഡി സി സെയിം value because of the displacement factor which is same for AB and DC. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ എഴുതുക. അതിനുശേഷം ഫൈനൽ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ എല്ലാ കോളംസും ഈ 4 കോളംസും ആഡ് ചെയ്ത വാല്യൂസ് ആണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ്. MAB 9.49, MBA is equal to 24.2, MBC is equal to -24, MCB 20.9, MCD -20, MDC is -12. So you can also draw the bending moment diagram by incorporating the free moment diagram with the end moment ordinates. സോ അതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് the first problem in the analysis of frames with sway.